ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൺ മാജിക്. നല്ലൊരു വെറൈറ്റി വിഭവമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് തയ്യാറാക്കുന്നത് ബട്ടർ നാനും ടർക്കിഷ് ചിക്കനുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ചെടുക്കണം. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഷുഗർ, ബട്ടർ ഉരുക്കിയത് 3 ടേബിൾ സ്പൂൺ. ഈ ടൈമിൽ വേണമെങ്കിൽ ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈകൊണ്ട് കുഴച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടറോ അതോ വെജിറ്റബിൾ ഓയിലോ തേച്ച് കൊടുത്ത് നന്നായിട്ട് കവർ ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും ഇത് പുറത്ത് വെക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടർക്കിഷ് ചിക്കനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു ക്യാപ്സിക്കം വേണം. അപ്പോൾ ക്യാപ്സിക്കം നമുക്ക് ആദ്യമേ തന്നെ അരിഞ്ഞു വെക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇനി നമുക്കിത് ആവശ്യത്തിന് ചിക്കൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 3/4 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. ഇനി വേണ്ടത് യോഗേർട്ടാണ്. യോഗേർട്ട് 1/2 കപ്പോളം യോഗേർട്ട് വേണം. ഒരു 3-4 ടേബിൾ സ്പൂണോളം യോഗേർട്ട് ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെക്കാം. ഇത് വേണമെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം സ്റ്റൗവിൽ വെക്കാവുന്നതാണ്. അതല്ല വേഗം നമുക്ക് തയ്യാറാക്കി സ്റ്റൗവിൽ വെച്ച് ഇറച്ചി വേവിക്കാവുന്നതാണ്. ഇപ്പോൾ ടർക്കിഷിനെ ഞാനൊന്ന് ഇന്ത്യവൽക്കരിക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ്. ഇതിനെ സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. ഈ ചിക്കൻ വേകുന്ന സമയത്തിനുള്ളിൽ നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള ഒരു വൈറ്റ് സോസ് തയ്യാറാക്കാം. ഒരു 3 മിനിറ്റ് പോലും വേണ്ട വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ബട്ടർ വേണം. ഉരുക്കാത്ത ബട്ടർ ആയതുകൊണ്ട് നമുക്കൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂണോളം മൈദയും ഇട്ട് കൊടുക്കുക. മൈദയും ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. അതെല്ലാം ആദ്യം ബട്ടർ ഇട്ടിട്ട് മൈദ അതിനകത്ത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് പാലൊഴിച്ചു കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഗരം മസാല 1/2 ടീസ്പൂൺ. 1 ടീസ്പൂണോളം കസൂരി മേത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കുറച്ചുകൂടെ പറ്റി കഴിയുമ്പോഴേക്കും സോസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാപ്സിക്കം ഒക്കെ വെന്തിട്ടുണ്ട്. ഇവിടെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബോൺലെസ് ചിക്കനാണ് ഇതിനായിട്ട് എടുക്കുന്നത്. സോസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ്. ഇതിൻ്റെ പുറത്തൊക്കെ കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ പുറത്തൊക്കെ കുറച്ച്
കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം. നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർ നാൻ തയ്യാറാക്കാം. നമ്മുടെ മാവൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അത് ചെറിയ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. മറിച്ചും തിരിച്ചു വിട്ടിട്ട് ബട്ടർ ഇതുപോലെ പുറത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ റമദാൻ സീരീസിലുള്ള റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള പുതിയൊരു വിഭവമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.